ഹലോ, ജെസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കടായി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, 4 പച്ചമുളക്, പുതിന, മല്ലിയില, 2 ചെറിയ കഷ്ണം പട്ട, 4 കരാമ്പൂ, 2 ഏലക്ക. ഒരു ലേശം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ലേശം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് വരാം. കടായി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 3/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ മസാല അരച്ച് വെച്ച മസാല ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ ഉപ്പ് നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഗരം മസാലയുടെ പൊടി, ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് പുരട്ടി നല്ല മസാല ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. ചിക്കൻ ഇവിടെ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ നല്ല മസാല ഒക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ആക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് പാന് വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി ഒന്ന് സെറ്റായി വരാനുണ്ട്. ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ കടായി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്മോക്ക് ചെയ്യണത്. അതിന് നമുക്ക് ഒരു പാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കണലിട്ട് കൊടുക്കാം. ശേഷം എണ്ണ വെച്ച് സ്മോക്ക് ചെയ്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ കടായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മോക്കൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ കടായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുബൂസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.